അപ്പം ഞാൻ കോൺവോൾ പാർക്കൊക്കെ ഇങ്ങനെ ചുറ്റിയടിച്ച ശേഷം ആലോചിച്ചു, എന്നാൽ വൺ ട്രീ ഹില്ലിലും കൂടെ പോകാമെന്ന്. വൺ ട്രീ ഹിൽ എന്താണെന്നായിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. വൺ ട്രീ ഹില്ലെന്ന് പറഞ്ഞാൽ കോൺവോൾ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുന്നും അതിൻ്റെ മുകളിലുള്ള ഒരു സ്തൂപവുമാണ്. ആ കുന്നിനും ആ സ്തൂപത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് വൺ ട്രീ ഹിൽ. ഇതിന് പിന്നിൽ കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. അപ്പം ഞാനിങ്ങനെ വൺ ട്രീ ഹില്ലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ, അതിൻ്റെ കവാടമാണത്. സോ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ട്രസ്റ്റ് ബോർഡ്, കോൺവോൾ പാർക്ക് നോക്കി നടത്തുന്ന ട്രസ്റ്റ് ബോർഡിൻ്റെ അംഗങ്ങളുടെയൊക്കെ വീടായിരിക്കാം. ആണ്. ദേ ഇത് നോക്കി, ഒരു പക്ഷിയെ കണ്ടോ? എന്ത് രസമല്ലേ കാണാനായിട്ട്. വലിയ പക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പക്ഷിയെ കാണുന്നത്. എനിക്ക് എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അതിന് പറക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ എത്ര പുറകെ പോയിട്ട് അത് ഓടുമായിരുന്നു, പറന്നില്ല. അപ്പോൾ പറക്കുന്ന പക്ഷിയായിരിക്കില്ല. അതേ സോളാർ പാനലൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് വൺ ട്രീ ഹില്ലിൻ്റെ താഴ്വാരം. ആ കാണുന്നതാണ് വൺ ട്രീ ഹില്ലും അതിന് മുകളിൽ കാണുന്ന സ്തൂപവും. ഈ വൺ ട്രീ ഹില്ലെന്ന് പേര് വരാൻ കാരണം ആ കുന്നിൽ ഒരൊറ്റ ട്രീയേ ഉള്ളൂ. അതുകൊണ്ടാണ് വൺ ട്രീ ഹില്ലെന്ന് പേര് വന്നത്. 182 മീറ്റർ ഹൈറ്റുള്ള ഒരു വോൾക്കാനിക് പീക്കാണ് ഈ പറയുന്ന വൺ ട്രീ ഹിൽ. വോൾക്കാനിക് എന്ന് കേട്ടിട്ട് പേടിക്കണ്ട. ഇത് ലാസ്റ്റ് ഇറപ്റ്റ് ആയത് 13,000 ഇയേഴ്സ് എഗോ ആണ്. അപ്പോൾ ഇപ്പോൾ ഇത് ആക്റ്റീവ് വോൾക്കാനോയേ അല്ല. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെ ഉണ്ടായത് വോൾക്കാനിക് ഇറപ്ഷനിലൂടെയാണ്. സോ മനസ്സിലായല്ലോ. അങ്ങനെ ഒരുപാട് വോൾക്കാനോസ് ഉണ്ട് ന്യൂസിലൻഡിൽ, പക്ഷെ ഒന്നും ആക്റ്റീവ് അല്ല. ഈ ചെമ്മരിയാടുകൾ അവന്മാരവിടെ രസിച്ച് കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വൺ ട്രീ ഹില്ലിലേക്ക് ഇങ്ങനെ യാത്രയായി. ഇത് ഞാൻ ആ പറഞ്ഞ ആ വൺ ട്രീ ആണ്, ആ കുന്നിലുള്ള ഒരൊറ്റ ട്രീ ആണ് ആ കാണുന്നത്. അതുകൊണ്ടാണ് ആ പേര് വൺ ട്രീ ഹിൽ. ഇത് പോകാനായിട്ട് ഈ ആരോയിലേക്ക്, അങ്ങോട്ട് കുന്നിലേക്ക് പോകാനായിട്ട് ഈ ലെഫ്റ്റ് പിടിച്ച് പോകണം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് യെസ്, അപ്പം അങ്ങനെ വോൾക്കാനിക് ആണ്. അതേപോലെ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന വൺ ട്രീ ഹിൽ. എന്തുകൊണ്ടാണെന്നല്ലേ, ഫാദർ ഓഫ് ഓക്ലൻഡ് എന്നറിയപ്പെടുന്ന ബിസിനസ്മാനായിരുന്ന സർ ജോൺ ലോഗൻ ക്യാമ്പൽ. അതെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കോൺവോൾ പാർക്ക് ന്യൂസിലൻഡിന് സമർപ്പിച്ച അതേ വ്യക്തി തന്നെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ന്യൂസിലൻഡിലെ ഇൻഡിജിനസ് പീപ്പിളായ, അതായത് ന്യൂസിലൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന മനുഷ്യരാണ് മാവോറീസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവരിൽ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ നേട്ടങ്ങൾക്കായിട്ട് ഒരു സ്മാരകം പണി കഴിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം 1912 മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ലിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആഗ്രഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആ സ്മാരകം പണി കഴിപ്പിക്കാനായിട്ട് ഒരു വലിയ തുക അദ്ദേഹത്തിൻ്റെ വില്ലിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ബോർഡ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ വൺ ട്രീ ഹില്ലിൽ ഈ സ്തൂപം അല്ലെങ്കിൽ ഒബലിസ്ക് പണി കഴിപ്പിച്ചു. ഈ സ്തൂപം പണി കഴിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ ലോഗൻ ക്യാമ്പലിന് അദ്ദേഹം ഈ ഈജിപ്തിലൊക്കെ ഇങ്ങനത്തെ സ്തൂപങ്ങൾ അദ്ദേഹം ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഒരുപാട് ഇഷ്ടമായി. അന്നത്തെ കാലത്ത് അങ്ങനത്തെ സ്തൂപങ്ങൾ ന്യൂസിലൻഡിലില്ല. അപ്പം ഈജിപ്തിൽ ഇങ്ങനത്തെ സ്തൂപങ്ങൾ കണ്ടപ്പോൾ അന്ന് ഇങ്ങനെയൊരു സ്തൂപം, ആ ഷേപ്പിലുള്ള ഒരു സ്തൂപം നമുക്കിവിടെ പണി കഴിപ്പിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ സ്തൂപം ഇവിടെ പണി കഴിപ്പിച്ചത്. 1940 ഇതിൻ്റെ പണി കഴിപ്പിച്ച് ഇത് ട്രസ്റ്റ് ബോർഡ് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിന് ഇത് സമർപ്പിച്ചു. അതേപോലെ ജോൺ ലോഗൻ ക്യാമ്പലിൻ്റെ ബോഡിയും ബറി ചെയ്തിരിക്കുന്നത് ഈ സ്തൂപത്തിൻ്റെ തൊട്ട് താഴെയാണ്. അത് ആദ്യം അദ്ദേഹത്തിൻ്റെ പാനയിലുള്ള അദ്ദേഹത്തിൻ്റെ സിമെട്രിയിലായിരുന്നു. അവിടെ നിന്ന് ആ ബോഡി റിമെയിൻസ് ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത് പിന്നീട്. അപ്പോൾ അങ്ങനെ ഞാനിതിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് വളരെ മനോഹരമായ വ്യൂ ആണ്. ഒരു ഓക്ലൻഡ് ഒരുമാതിരി എല്ലാ ഭാഗവും ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല വെതറായിരുന്നു ഞാൻ പോയ ദിവസം. അധികം അങ്ങനെ വെയിലും ഉണ്ടായിരുന്നില്ല, എന്നാൽ അധികം കോൾഡും ആയിരുന്നില്ല. ഒരു നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വിസ്മൃതിയിൽ മുഴുകി. ഒരു മെഡിറ്റേഷൻ പോലെയാട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു പ്രത്യേക സുഖമാണ്.
ഇത് ഈ കാണുന്നത് സ്കൈ ടവറാണ്, ന്യൂസിലൻഡിലെ ടോളസ്റ്റ് ടവറാണ്, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. ആക്ച്വലി ആ ബിൽഡിങ്ങിന് 328 മീറ്റർ ഹൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന വൺ ട്രീ ഹില്ലിന് 182 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. പക്ഷേ സ്കൈ ടവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും. അതാ ന്യൂസിലൻഡിൻ്റെ സ്ഥലങ്ങൾ തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് അതങ്ങനെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വൺ ട്രീ ഹില്ലൊക്കെ കണ്ട് തിരിച്ച് താഴെ എത്തി. വളരെ നല്ലൊരു നടത്തമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.